മാരേജ് ഡേറ്റ് ഇങ്ങനെ അടുക്കുമ്പോൾ ഇപ്പോഴും ഒട്ടുമിക്ക പെൺകുട്ടികളുടെയും ടെൻഷൻ നമുക്കറിയാത്തൊരു വീട്ടിൽ പോയിട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളതായിരിക്കും. എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ ഈ കാര്യം എൻ്റെ പാർട്ട്ണറിനോട് പറഞ്ഞപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ഒട്ടും വിഷമിക്കണ്ട, എപ്പോൾ വേണേലും വീട്ടിൽ പോവാലോ, ഇനി 2 വീടുണ്ടെന്നുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ എന്ന്. മാരേജ് കഴിഞ്ഞ് അന്ന് ഏട്ടൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ കരഞ്ഞപ്പോഴും ഇത് പറഞ്ഞിട്ടാണ് ആൾ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത്. ആൾ എബ്രോഡാണ് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ 8 വർഷം ആവാൻ പോകുന്നു. പക്ഷേ ഞങ്ങളെടുത്ത ആ തീരുമാനത്തിന് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. 2 വീട്ടിലും പാരൻസിന് അവർക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ കൂടെ ഉണ്ടാവണം എന്നതിലപ്പുറം ഒരു വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധം പഠിക്കുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? സ്വന്തം വീട്ടിൽ പോകാൻ ഹസ്ബൻഡിൻ്റെ പാരൻസിൻ്റെയും എന്തിന് റിലേറ്റീവ്സിൻ്റെ വരെ പെർമിഷൻ ചോദിക്കേണ്ടി വരുന്നവർ ഇപ്പോഴും ഉണ്ട്. ആസ് എ ഹ്യൂമൻ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കുന്നിടത്ത് ജീവിക്കാനുള്ള ചോയ്സ് നമ്മുടെ ആവണമെന്നുള്ളത് ഇപ്പോഴും പലരും നോർമലൈസ് ചെയ്തിട്ടില്ല. ഒരു കുഞ്ഞു ജീവിതമല്ലേ നമുക്കുള്ളൂ. അപ്പോൾ എവിടെയാണോ ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നത് അവിടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും കിട്ടട്ടെ.